ഞാൻ പറയുന്നത് ഇവിടെ ദജ്ജാലിനെ കുറിച്ച് ഒരു വേറിട്ട ഒരു അഭിപ്രായം പറഞ്ഞ ഒരു സമൂഹം ഖാദിയാനികളാണ്. തുടക്കത്തിൽ തന്നെ ഞാനത് ഓർമ്മപ്പെടുത്തുകയാണ്. ഖാദിയാനികളുടെ വാദം, ഖാദിയാനികളുടെ അഭിപ്രായം, ദജ്ജാൽ എന്നത് ക്രൈസ്തവ സമൂഹമാണ് എന്നാണ്. അത് ഭീമമായ തെറ്റാണ്, അബദ്ധമാണ്. അതിനവരെ പ്രേരിപ്പിച്ചത് ഒരിക്കലും ആത്മാർത്ഥതയുമല്ല. അതിനവരെ പ്രേരിപ്പിക്കാനുള്ള ഘടകം മിർസ ഗുലാം അഹമ്മദ് ഖാദിയാൻ എന്ന മറ്റൊരു ദജ്ജാലിനെ പ്രവാചകനായി സ്ഥാപിക്കാൻ വേണ്ടിയാണ്. മിർസ ഗുലാം അഹമ്മദ് ഖാദിയാൻ ക്രൈസ്തവ സമൂഹത്തോട് വളരെ കൂടുതൽ വാദപ്രതിവാദം നടത്തിയ ഒരാളാണ്. അപ്പോൾ ദജ്ജാൽ ക്രിസ്ത്യാനികളാണ് എന്ന് വാദിച്ചാൽ ദജ്ജാലിന്റെ അന്തകനായി ഈസയെ ഹരീത്ത് പരിചയപ്പെടുത്തിയിട്ടുണ്ടല്ലോ. അപ്പോൾ വാഗ്ദത്ത മസീഹ് എന്ന ആ ഒരു സ്പേസിൽ മിർസ ഗുലാമിന് എളുപ്പത്തിൽ കയറി നിൽക്കാൻ കഴിയും. അതിനാണ് അവർ അങ്ങനെ ചെയ്തത്. അതിനവർ പറഞ്ഞ് വാഗ്ദത്ത മസീഹാണ്, മസീഹ് കശ്മീരിൽ എന്നൊക്കെയുള്ള ധാരാളം പുസ്തകങ്ങളും സീഡികളും അവരുടേതായി ഉണ്ട്. അപ്പോൾ അതൊരിക്കലും ആത്മാർത്ഥമായ ശ്രമമല്ല, മാത്രമല്ല ഭീമമായ ബദ്ധവുമാണ്. മസീഹ് ദജ്ജാൽ ഒരിക്കലും ഒരു വർഗമല്ല, ദജ്ജാൽ വ്യക്തി തന്നെയാണ്. അത് ഇന്ന് ലോകത്ത് ജീവിക്കുന്ന യഅ്ജൂജ് മഅ്ജൂജിനെ കുറിച്ച് പറഞ്ഞതുപോലെയല്ല. ഇന്ന് ലോകത്ത് ജീവിക്കുന്ന ഏതെങ്കിലും ഒരു വർഗമല്ല. നമ്മൾ പ്രത്യക്ഷത്തിൽ കാണുന്നു ഏതെങ്കിലും ഒരു വർഗത്തെ അല്ല ദജ്ജാൽ എന്ന് പുണ്യ റസൂൽ പറഞ്ഞിട്ടുള്ളത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വ്യക്തി തന്നെയാണ്. പക്ഷെ ആ വ്യക്തിയുടെ ആളുകൾ, വക്താക്കൾ, അവനെ പ്രൊജക്ട് ചെയ്യുന്ന ആളുകൾ, അവരിലേക്ക് അവന്റെ പ്രത്യക്ഷത്തിന് സൗകര്യമൊരുക്കുന്ന ആളുകൾ, ഇവിടെയാണ് ഗൗരവമായി ചർച്ച നടക്കേണ്ടത്. ദജ്ജാല് ഉദാഹരണം പറയാം. ഇബ്നു സുയ്യാദ് എന്ന പേരിൽ മദീനയിൽ ജനിച്ച ഒരു ചെറുപ്പക്കാരനെ കുറിച്ച് വലിയ അഭിപ്രായം നടന്നിട്ടുണ്ട്. അയാൾ പിന്നെ അപ്രത്യക്ഷമാവുകയും ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഹദീസ് സ്വഹീഹുൽ ബുഖാരി അടക്കം രേഖപ്പെടുത്തിയത്. ഞാൻ അങ്ങോട്ടൊക്കെ വരാൻ സൗകര്യം കിട്ടിക്കൊള്ളണം എന്നില്ല എനിക്ക്. അതൊക്കെ എല്ലാവർക്കും അറിയുന്നത് കൊണ്ട് ഞാൻ അതിലേക്കൊന്നും വല്ലാതെ കയറി വന്നോളം എന്നുമില്ല. ഈ ഇബ്നു സുയ്യാദ് ദജ്ജാലാണ് എന്ന് പറയുന്നുണ്ട്. അല്ലേ നബിയെ, ഞാൻ അവനെ കൊല്ലട്ടെ എന്ന് പറയുന്നുണ്ട് സയ്യിദുനാ ഉമർ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സയ്യിദുനാ ഉമറിനോട് പറയുന്ന മറുപടി, ഈ ഇബ്നു സുയ്യാദാണ് ദജ്ജാൽ എങ്കിൽ ഫഇന്നൽ ഖാതില ഹുവൽ മസീഹ് ഔ കമാ ഖാൽ, കൊല്ലേണ്ട ആൾ നീയല്ല, അത് ഈസൽ മസീഹാണ്. ഇയാൾ മസീഹ ദജ്ജാൽ അല്ലെങ്കിലോ ഫലാ ഖൈറ ലക ഫീ ഖത്ലിഹി, കൊല്ലുന്നത് കൊണ്ട് ഒരു ഉപകാരവും ഇല്ലതാനും. അപ്പൊ ഇവിടുന്ന് തന്നെ കാര്യത്തെ മനസ്സിലാക്കാം. വ്യക്തിയാണെന്ന കാര്യത്തിൽ ശക്തമായ അഭിപ്രായം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ കൊണ്ടുവരുന്നുണ്ട്. വ്യക്തിയാണ്. നേരെ മറിച്ച് ദജ്ജാലിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ദജ്ജാൽ ഒരു സമൂഹമാണെങ്കിൽ സമൂഹമാണ്. ദജ്ജാൽ ഒരു സമൂഹമാണെങ്കിൽ ഹബീബായ റസൂലുള്ളാഹിക്ക് തിരുത്താം, ഞാൻ പറഞ്ഞ ആളല്ല, അതൊരു വർഗമാണ്, ഇയാളല്ല. ഇത് സുവിദിതമാണ്. സ്വഹീഹുൽ ബുഖാരിയും സ്വഹീഹുൽ മുസ്ലിമും വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയ ഹദീസുകളാണ്. അപ്പൊ കാര്യത്തിന് ഖാദിയാനികളുടെ ഈ വാദം 100% തെറ്റാണ്. അത് ഇജ്തിഹാദിൽ പിഴച്ചതുമല്ല. അത് ഞാൻ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുക. ഗവേഷണത്തിൽ ചിലപ്പോൾ പണ്ഡിതന്മാർക്ക് പിഴക്കും, അതുമല്ല. അതിന്റെ പിന്നിൽ വളരെ ഗൂഢമായ ദുരുദ്ദേശം. എന്താ ദുരുദ്ദേശം? ക്രിസ്ത്യാനികളാണ് ദജ്ജാൽ എന്ന് വന്നു കഴിഞ്ഞാൽ ക്രൈസ്തവരുടെ ഒരു
അന്ധകനായി അവർക്കിടയിൽ അറിയപ്പെടുകയും ക്രൈസ്തവ സമൂഹത്തോട് വളരെ കൂടുതൽ വാദപ്രതിവാദം നടത്തി അവരെ പലയിടങ്ങളിലും പരാജയപ്പെടുത്തുകയും ചെയ്ത ആളാണ് ഈ മിർസ ഗുലാം അഹമ്മദ് ഖാദിയാനി. അപ്പോൾ അയാൾ ഈസയാണെന്ന് വരുത്തി തീർക്കാൻ കഴിയും. അപ്പോൾ പിന്നെ വാഗ്ദത്ത മസീഹ് മിർസ ആകും. അപ്പോൾ പിന്നെ എല്ലാം അവരുടെ വാദഗതികളെ അവർക്ക് ഭംഗിയായി സമർത്ഥിക്കാൻ കഴിയും. ഞാൻ ഇത് കേട്ട് പറയുകയല്ല, ഈ വിഷയത്തിലുള്ള അവരുടെ അഭിപ്രായങ്ങളെ അവരുടേതായ പുസ്തകങ്ങളിൽ നിന്നും മറ്റും പഠിച്ചും മനസ്സിലാക്കിയും പറയുകയാണ്. ധാരാളം അവരുടെ വാദഗതികളും അടങ്ങുന്ന പുസ്തകങ്ങൾ, സീഡികളെല്ലാം ഈ വിഷയത്തിൽ ഞാൻ പരിശോധിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് 100% തെറ്റാണ്. ദജ്ജാൽ ഒരു വ്യക്തി തന്നെയാണ്. പിന്നെ രണ്ടാമതായി പറയേണ്ടത്, ദജ്ജാൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ശരിയായ അഭിപ്രായം. അതെവിടെയാണ് അതറിയില്ല, ഭൂമിയിലുണ്ട്. പുണ്യ റസൂൽ അവൻ പ്രസവിക്കപ്പെടും എന്നല്ല പറയുന്നത്, ഖുറൂജ് എന്നാണ്. അവൻ പ്രത്യക്ഷമാവുക എന്നാണ്. അവൻ പൊതുജന മധ്യത്തിൽ കുഴപ്പങ്ങൾക്ക് വേണ്ടി വരിക എന്നാ പറഞ്ഞത്, അവനെ പ്രസവിക്കപ്പെടുക എന്നല്ല. ഈ ഖുറൂജിന് പ്രസവം എന്ന അർത്ഥം വെക്കാൻ ന്യായവുമില്ല. എന്തുകൊണ്ടെന്നാൽ ഈ ഖുറൂജ് നേരെ കുഴപ്പത്തിലേക്കും യുദ്ധത്തിലേക്കും ചാടുകയാണ്. ഒരു പ്രസവിക്കപ്പെട്ട കുട്ടി ഒരിക്കലും അങ്ങനെ ആവില്ലല്ലോ. വളരെ നമ്മൾ ചിന്തിക്കണം. അപ്പോൾ അവിടെ ഖുറൂജിന് പ്രസവം എന്ന് വെക്കാൻ ഒരു നിലക്കും നിർവാഹമില്ല. ഒരു വലിയ ആളുടെ രംഗപ്രവേശം തന്നെയാണ് അത്. അപ്പൊ അയാൾ ഈ ഭൂമിയിലുണ്ട്. എവിടെയാണ് അറിയില്ല. അപ്പോൾ പിന്നെ ഒരു ചോദ്യമുണ്ട്, ഇങ്ങനെയൊക്കെ മനുഷ്യന്മാർ ജീവിക്കുന്ന ഈ ഭൂമിയിൽ ഒരാളുള്ളതായിട്ട് നമ്മൾക്ക് പരിശോധിച്ചാൽ കണ്ടെത്താൻ കഴിഞ്ഞോളന്നില്ല. എന്തുകൊണ്ടെന്നാൽ ഒരു മലയുടെ താഴ്വാരത്ത് ഒരു ജനാവലി ജീവിക്കുക, എന്നിട്ട് ആ ജനാവലിയിൽ നിന്ന് 309 കൊല്ലം ഒരു ജനതയെ അള്ളാഹു മറച്ചു പിടിച്ചു. അള്ളാഹു അതിന് കഴിവുള്ളവനാണ്. മനസ്സിലാക്കണം, വളരെ ചിന്തിക്കണം. ആ മലയുടെ ആ കുന്നിന്റെ നേരെ താഴ്വാരത്ത് ഉറപ്പാണല്ലോ, ദൂരെ എവിടെയെന്നല്ലോ. എന്തുകൊണ്ട്? ആ ജനത അറിയില്ലേ, ആ ജനതയെ അറിയില്ലേ? ബഹുമാനപ്പെട്ട അസ്ഹാബുൽ കഹ്ഫ്. ഈ അസ്ഹാബുൽ കഹ്ഫ് ഗുഹേന്ന് എണീറ്റ ഉടനെ അവർ പിന്നെ ഭക്ഷണത്തിന് നടന്നു പോകാവുന്ന ഓട്ടോറിക്ഷ മോട്ടോർസൈക്കിളൊന്നുമല്ല. അവർ എന്ന് പറയുന്നത്. അപ്പൊ നടന്നെത്താവുന്ന ദൂരത്ത് അങ്ങാടിയുണ്ട്, നടന്നെത്താവുന്ന ദൂരത്ത് അങ്ങാടിയുണ്ട്. ഈ അങ്ങാടി ജനങ്ങളുണ്ട്. എത്ര കൊല്ലമായി? 309 കൊല്ലമായി. അപ്പോൾ അങ്ങാടിന്ന് വിളിച്ചാൽ കേൾക്കുന്ന ദൂരത്ത് ഇവർ താമസിക്കുന്നുണ്ട്. എത്ര കൊല്ലം? 309. ഇവർ മരിച്ചിട്ടുണ്ടോ? ഇല്ല. ഇവർ മാത്രമല്ല, ഗുഹക്ക് പുറത്ത് ഇവരുടെ നായ കിടക്കുന്നുണ്ട്. ഗുഹയുടെ ഉള്ളിലല്ല നായ, ഗുഹാമുഖത്താണ്. എന്തുകൊണ്ട്? ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ പറയുന്നുണ്ട്, ഗുഹയുടെ ഉള്ളിൽ കയറി നായ കിടക്കാതിരുന്നത്, ഒരു സ്ഥലത്ത് നായുണ്ടെങ്കിൽ അവിടെ റഹ്മത്തിന്റെ മലക്കുകൾ വരില്ല, കടിക്കുന്ന നായയുള്ളടത്ത് റഹ്മത്തിന്റെ മലക്ക് വരില്ല എന്ന് പുണ്യ റസൂൽ പറഞ്ഞിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഇവരുടെ ചാരയാണ് നായ കിടന്നതെങ്കിൽ ആ നായ കിടക്കുന്ന ഈ ഭാഗത്തേക്ക് റഹ്മത്തിന്റെ മലക്ക് വരില്ല. റഹ്മത്തിന്റെ മലക്കാകട്ടെ അവിടെ വരൽ വളരെ അത്യാവശ്യമാണ്, വളരെ ശ്രദ്ധിക്കണം. റഹ്മത്തിന്റെ മലക്ക് അവിടെ വരിക എന്നത് വളരെ അത്യാവശ്യമാണ്. കാരണം ഇവർക്ക് ഒരുപാട് സൗകര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്, ഇവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്യേണ്ടതുണ്ട്. മാത്രമല്ല ഇവർ അള്ളാഹുവിന്റെ ഔലിയാക്കളും ആരിഫീങ്ങളുമാണ്. അതിലൂടെ ചിന്തിക്കണം. അപ്പോ അവിടെ റഹ്മത്തിന്റെ മലക്കുകൾ വരാൻ വേണ്ടിയിട്ട് ഗുഹാമുഖത്തേക്ക് കിടക്കാം. എന്നിട്ട് പിന്നെ പറയുന്നത് അവിടെ ആരെങ്കിലും വന്നിരുന്നെങ്കിൽ ഓടി രക്ഷപ്പെടുമായിരുന്നു. അത്രയും കരുത്തായ ഭയപ്പെടുത്തുന്ന രൂപത്തിലായിരുന്നു നായ കിടന്നിരുന്നത്. അവരുടെ കാര്യവും അപ്രകാരമായിരുന്നു. ഇങ്ങനത്തെ അവരുടെ ചാര ആ മലയുടെ നേരെ താഴ്വാരത്ത് നൂറ്റാണ്ടുകൾ നിലനിൽക്കുന്ന ഒരു ടൗൺ ഉണ്ട്. അവിടെ നല്ല ഭക്ഷണമുണ്ട്, സൗകര്യമുണ്ട്, ഒന്നും കിട്ടാത്ത നാടുമല്ല. കാരണം ഇവർ പറയുന്നത് ഏറ്റവും ശുദ്ധമായ ഭക്ഷണം തിരഞ്ഞെടുത്ത കടയിൽ നിന്ന് കൊണ്ടുവരണം.
അപ്പോൾ വലിയ ജനനിബിഡമായ ഏരിയയാണ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല കൺദൃഷ്ടിയിൽ നിന്ന്, മനുഷ്യന്റെ കണ്ണിൽ നിന്ന് മറച്ച് ഈ ജനത്തെ ജീവിപ്പിച്ചു. എത്ര കൊല്ലം? 309 കൊല്ലം. ഇതിൽ നിന്ന് മനസ്സിലാവുന്നത് ദജ്ജാൽ കോഴിക്കോട്ടുണ്ടെങ്കിൽ പോലും നമ്മളെ കാണാതെ നിലനിർത്താൻ റബ്ബിന് കഴിയും എന്നാണ്. ദജ്ജാൽ കോഴിക്കോട്ടുണ്ട് എന്ന് വിചാരിക്കണ്ട, അങ്ങനെ പറഞ്ഞതല്ല, അങ്ങനെയൊന്നല്ല. ദജ്ജാൽ ഉള്ള സ്ഥലം ഉണ്ട്, പ്രദേശം ഉണ്ട്, അങ്ങനെ സാധ്യതയുള്ള ധാരാളം സ്ഥലങ്ങളൊക്കെ പറയപ്പെടുന്നുണ്ട്. ചില പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലേക്കുള്ള സൂചനയുമുണ്ട്. അതിന് അങ്ങനെ തന്നെ അങ്ങോട്ട് അതിന്റെ സ്പേസ് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ അതൊക്കെ. അപ്പോൾ ദജ്ജാലിന്റെ ഖുറൂജ് എന്നാ പറഞ്ഞത്. ദജ്ജാലിനെ യാത്രക്കിടയിൽ കണ്ട കാര്യം തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു പുണ്യ റസൂലിനോട് വന്ന് പറയുന്ന സംഭവം സ്വഹീഹുൽ മുസ്ലിം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനെ പുണ്യ റസൂൽ അംഗീകരിച്ചിട്ടുണ്ട്. അത് അദ്ദേഹം ക്രിസ്ത്യാനിയായ കാലഘട്ടത്തിൽ കപ്പൽ പൊളിഞ്ഞിട്ട് യാത്ര ചെയ്യാം. അങ്ങനെ തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു എല്ലാം കൂടി സൗകര്യം കിട്ടി ഞാൻ വായിക്കാം. തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു ഒരു ദ്വീപിൽ വെച്ച് ഒരാളെ കണ്ടുമുട്ടിയത് വന്ന് പറയുന്നുണ്ട് പുണ്യ റസൂലിനോട്. ഈ ഹദീസ് സ്വഹീഹ് മുസ്ലിം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് റസൂൽ അംഗീകരിച്ചിട്ടുണ്ട്. വ്യക്തിയാണ്, ജീവിച്ചിരിപ്പുണ്ട്, കൈകൾ മുഴുവനും കൂട്ടപ്പെട്ട നിലയിൽ കണ്ട സംഭവം. തമീമുദ്ദാരി ഒരു ദ്വീപിൽ വെച്ച് ഒരാളെ കണ്ട സംഭവം വന്ന് പുണ്യ റസൂലിനോട് പറയുന്നുണ്ട്. ഇത് ഇയാൾ ദജ്ജാൽ തന്നെ എന്ന ഏകദേശ ധാരണയും മുഹദ്ദിസീങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. അതെവിടെയാണ് അറിയില്ല. നമ്മുടെ ഈ ഭൂമിയിൽ എന്തറിയും, ഇവിടെ എന്തൊക്കെ നടക്കുന്നുണ്ടാവും. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഒരു മനുഷ്യൻ മരിച്ചു കിടന്നു. ആ മനുഷ്യന്റെ കഴുതയിൽ ജനത്തിന്റെ നടുവില് 100 വർഷം ഒരാൾ അറിഞ്ഞില്ല. ഔ കല്ലദീ മറ അലാ ഖറിയ വഹിയ ഖാവിയത്തുൻ അലാ ഉറൂഷിഹാ ഖാല അന്നാ യുഹ്യി ഹാദിഹില്ലാഹു ബഅദ മൗതിഹാ ഫഅമാതഹു അല്ലാഹു 100 ആമിൻ സുമ്മ ബഅദഹു. ഒരു ജനത്തിന്റെ നടുവിൽ, അതും മുഖദ്ദസ് പട്ടണത്തിൽ, ബഹുമാനപ്പെട്ട മുഖദ്ദസ് പട്ടണത്തിൽ മരിച്ചു. എത്ര? 100 ആമിൻ, 100 കൊല്ലം. ഒരാൾ പറഞ്ഞില്ല. അപ്പൊ അല്ലാഹുവിന്റെ കരുത്ത് ഈ വിഷയത്തിൽ വളരെ നമുക്ക് അചിന്തനീയം. അവിടെ ദജ്ജാൽ നമ്മളെ നാട്ടിലുണ്ടെങ്കിൽ പോലും നമ്മൾ കാണൂല. കാണാതെ നിലനിർത്താൻ റബ്ബിന് കഴിയും. ദജ്ജാൽ ഇപ്പോൾ ഉണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാവുന്നത്. അയാൾ വ്യക്തിയാണ്. ഇനി അയാളുടെ പേര് ദജ്ജാൽ എന്നായിക്കൊള്ളും എന്നുമില്ല. ദജ്ജാൽ എന്നത് സ്ഥാനപ്പേരാണ്. ഇബ്ലീസ് പോലെ. ഇബ്ലീസ് വ്യക്തിനാമമായതാണ്. ഇബ്ലീസിന്റെ പേര് ഇബ്ലീസ് അല്ല. ഇബ്ലീസിന് എങ്ങനെ ഒരാൾക്ക് പേരുണ്ടാവുക? ഇബ്ലീസ് എന്നാൽ നിരാശ ബാധിച്ചവൻ എന്നാണ്. അള്ളാഹു ആട്ടിയപ്പോൾ അവന് വന്നു ചേർന്ന പേരാണ് ഇബ്ലീസ്. അള്ളാഹുവിന്റെ കൽപ്പനക്ക് വഴിപ്പെടാതെ വന്നപ്പോൾ അവന് വന്ന പേരാണ് ഇബ്ലീസ്. അവന്റെ പേര് അസാസീൽ എന്നാണ്. ഫൈദാഹും മുബ്ലിസൂൻ എന്ന് പറയുന്നുണ്ട് ഖുർആനിൽ. നിരാശ ബാധിച്ചവരാവുക. ഇബ്ലീസ് നിരാശ ബാധിച്ചവൻ. അപ്പൊ ഇബ്ലീസിന്റെ പേര് ഇബ്ലീസ് അല്ല. ഇബ്ലീസിന് അങ്ങനെ ഒരാൾക്ക് പേരുണ്ടാവുക? ഇബ്ലീസിന്റെ പേര് അസാസീൽ എന്നാണ്. അസാസീൽ പിന്നീട് നിരാശ ബാധിച്ചപ്പോൾ അവന്റെ പേര് ഇബ്ലീസ് മൽഊൻ അർ-റജീം എന്നായി പോയതാണ്. പിന്നീട് സയ്യിദുനാ ആദമിന് മുമ്പ് അവൻ ഇബ്ലീസിന്റെ പേരില്ല. അല്ലാഹുവിന്റെ അസലിയായ ഖളായിലുണ്ടാവും. എന്നാൽ സമൂഹ മധ്യത്തിൽ അല്ലെങ്കിൽ മലക്കളുടെ നടുവിലില്ല. അന്ന് അവന്റെ പേര് അസാസീൽ എന്നാണ്. പിന്നീട് അവൻ ഇബ്ലീസ് ആയതാണ്. എന്നതുപോലെ ഇയാളെ ഇബ്നു സയ്യാദാകാം, ഇനി വേറൊരു വ്യക്തിയാകാം. ഒരു വ്യക്തിയാണ്, പേരെന്തോ ആയിരിക്കും. എന്നാൽ പിന്നീട് അയാൾക്ക് ദജ്ജാൽ എന്ന പേര് വരും, അല്ലെങ്കിൽ അയാൾ ദജ്ജാൽ എന്ന് പറയപ്പെടും. ഇനി ദജ്ജാൽ എന്ന വാക്കിന്റെ അർത്ഥം എന്താ? ദജ്ജാൽ എന്നാൽ അൽ ദജ്ജാലു അൽ കദ്ദാബു.
എന്ന്, ഏറ്റവും വലിയ കള്ളൻ എന്നാണ്. സത്യവും അസത്യവും കൂട്ടിക്കുഴക്കുന്ന ആൾ, സത്യത്തെ അസത്യത്തോട് കൂട്ടിക്കുഴക്കുന്ന ആൾ ദജ്ജാൽ. ദജ്ജാലുകൾ ഉണ്ടാകും എന്ന് പുണ്യ റസൂൽ പറഞ്ഞിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. പുണ്യ റസൂൽ വരുന്നതിന്, വലിയ ദജ്ജാൽ വരുന്നതിന് മുമ്പ് 30 ലോക പ്രശസ്ത ദജ്ജാലുകൾ വരുമെന്ന് പുണ്യ റസൂൽ പറഞ്ഞു. കുപ്രസിദ്ധരായ 30 ദജ്ജാലുകൾ വന്നിട്ട് അവസാന ദജ്ജാൽ വരൂ എന്ന് പുണ്യ റസൂൽ പറഞ്ഞിട്ടുണ്ട്. അതായത് ലോകം മുഴുവനും വഴിപിഴച്ചു പോയ കള്ളത്തരം പറഞ്ഞുണ്ടാക്കിയവർ. എനിക്കറിയാവുന്ന ചില ദജ്ജാലുകളുണ്ട്. അതിൽപ്പെട്ട ഒരാളാണ് ചാൾസ് ഡാർവിൻ. ദജ്ജാലാണ്. ചാൾസ് ഡാർവിൻ ദജ്ജാലാണ്. അയാളെപ്പോലെ കളവ് ലോകം മുഴുവനും കൊണ്ട് മുഴുവനും ഒരു കളവ് അംഗീകരിപ്പിച്ച ഒരാൾ ചരിത്രത്തിൽ വേറെ ഉണ്ടാവില്ല. അത്രയും വലിയ കള്ളനാണ് ചാൾസ് ഡാർവിൻ. ചാൾസ് ഡാർവിൻ സത്യത്തിൽ മാനവ ശത്രുവാണ്. തമാശയിൽ പറയട്ടെ, അസ്ലിൻ അയാൾ ജൂതനാണ്. അങ്ങോട്ട് ഞാൻ വരാം. ചാൾസ് ഡാർവിൻ അയാളുടെ 1857 പുറത്തിറങ്ങിയ ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്ന ഗ്രന്ഥം മാനവ ചരിത്രത്തിന്റെ വിശുദ്ധിയെ മാറ്റിമറിക്കുകയുണ്ടായി. അയാളാണ് മനുഷ്യൻ കുരങ്ങിൽ നിന്നുണ്ടാവുന്നു എന്ന് പറഞ്ഞത്. കുരങ്ങിനെ എല്ലാ വേദങ്ങളും പരിചയപ്പെടുത്തിയത് ഒരു നിസ്സാര ജീവി എന്നാണ്. കൂനു ഖിറദതൻ ഖാസിഈൻ, നിന്ദ്യമായ ജീവി എന്നാണ്. കോലം മറിച്ചപ്പോൾ പോലും 2ആയിട്ടാണ് കോലം മറിച്ചത് ബനു ഇസ്രായേലികളെ, പന്നിയായിട്ടും കുരങ്ങായിട്ടും. അങ്ങനെയാണ്. കുരങ്ങുകളാണെന്ന് പറഞ്ഞു. മനുഷ്യൻ കുരങ്ങിൽ നിന്നുണ്ടാകുന്നു എന്ന് പറഞ്ഞു. മനുഷ്യന്മാരിൽ ചിലർ പിന്നീട് കുരങ്ങാവുന്നു എന്ന് പറയുകയാണെങ്കിൽ തിരക്കടില്ല. കാരണം ഉലൈകൽ അൻആമി ബൽ ഹും അളൽ, അങ്ങനെ ആവും, അതൊക്കെ തിരക്കടില്ല. ഇത് മനുഷ്യൻ കുരങ്ങിൽ നിന്ന് ഉണ്ടാവുന്നു എന്ന് പറയുമ്പോൾ മനുഷ്യന്റെ അസാസ് തന്നെ വളരെ ഹാസി ആണ് എന്ന് വരും. മനുഷ്യൻ നിന്ദനം. ഇതാകട്ടെ ഖുർആൻ എന്ന മഹാവേദ ഗ്രന്ഥത്തിന്റെ അടിത്തറക്ക് എതിരാണ്. മാനവ ചരിത്രത്തിന്റെ അടിത്തറക്കും എതിരാണ്. വലഖദ് കറംനാ ബനി ആദം. അല്ലാഹു ഏറ്റവും ബഹുമാനിച്ച ജീവി മനുഷ്യനാണ്. മലക്കുകളെക്കാൾ. നീ അവിടെ എത്തിയ വലിയ ചക്രവർത്തിയാകുമെന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞപ്പോ സ്വഹാബികൾക്ക് സംശയം. സ്വർഗത്തിലെത്തിയവരൊക്കെ ചക്രവർത്തിയാവുന്നവർ. അപ്പൊ സ്വഹാബികൾക്ക് സംശയം, എങ്ങനെ ചക്രവർത്തിയാകുക? ബിദൂനി റഇയ്യ, ഭരണീയരില്ലാതെ ഒരാളെങ്ങനെ ഭരണാധികാരിയാവുക? അപ്പോൾ ഹബീബായ നബി പറഞ്ഞു, അവർക്ക് ഭരണീയരുണ്ടായിരിക്കും. അതിനാഹിലിൽ ജന്ന, സ്വർഗത്തിലെ ഏറ്റവും താഴേക്കടയിലുള്ള ആൾക്ക് പോലും ലഹു അൽഫു ഖദമിൻ മിനർ റഇയ്യ, അവർക്ക് 1000 മിനൽ മലായിക, മലക്കുകളായ 1000 സർവന്റുകൾ ഉണ്ടാകുമെന്ന് പുണ്യ റസൂൽ. അപ്പോൾ അല്ലാഹു മലക്കുകളെക്കാൾ ആദരിച്ച ജീവിയാണ് മനുഷ്യൻ. വലഖദ് കറംനാ, നാം ബഹുമാനിച്ചു. വഹമൽനാ, നാം വഹിച്ചു. നാം അലങ്കാരാണ്, പക്ഷെ നാം എന്നാ പറഞ്ഞു. ഞാൻ വഹിപ്പിച്ചു എന്നല്ല, ഞാൻ മനുഷ്യനെ ഭൂമിയെ കൊണ്ട് വഹിപ്പിച്ചു എന്നല്ല, ഞാൻ ഭൂമിയെ കൊണ്ട് മനുഷ്യനെ വഹിപ്പിച്ചു എന്നല്ല. വഹമൽനാഹും, നാം മനുഷ്യനെ വഹിച്ചു. ഫിൽ ബർരി വൽ ബഹർ, കരയിലും കടലിലും. ആര് വഹിച്ചു? നാം വഹിച്ചു. അല്ലാഹു പറയാ. അലങ്കാര പ്രയോഗമാണ്, പക്ഷെ അങ്ങനെ പറഞ്ഞത്. അത്രയും പ്രധാനിയ മനുഷ്യൻ. ഈ മനുഷ്യനെ ഏറ്റവും നിന്ദനാക്കിയത് ചാൾസ് ഡാർവിനാണ്. ഇരുട്ടിനെ എന്റെ വക്താവാണ്. കളവും നേരും കൂട്ടിക്കുഴച്ച ആളാണ്. നേരുണ്ടാവും എവിടെയെങ്കിലും, ചില നേരില്ലാതെ നുണക്ക് നിലനിൽക്കാൻ കഴിയില്ല. അതുറപ്പാണ്. കള്ളനോട്ട് എടുത്തു പോയാൽ നല്ല നോട്ട് നിലനിൽക്കില്ല. കള്ളനോട്ടുണ്ട് എന്നതിന് തെളിവാണ് നല്ല നോട്ടുണ്ട് എന്നത്. നല്ല നോട്ടുണ്ടായാലേ കള്ളനോട്ടുണ്ടാവുള്ളൂ. നോട്ടിനെ തന്നെ സർക്കാർ പിൻവലിച്ചാൽ പിന്നെ കള്ളനോട്ട് നടക്കും. ഹറ്റില്ലാതെ ബാത്തിൽ ഉണ്ടാവില്ല.
പറയാത്ത ഒരാൾക്ക് ബാത്തിൽ പറയാൻ കഴിയില്ല. ഇത് ഹദ്ദത കദവാണ് മുസ്തഫ നബി പറഞ്ഞത്. മുനാഫിക്കിനെ പറ്റി എന്താ പറഞ്ഞ? അവൻ എപ്പോഴും കളവറിനല്ല പറഞ്ഞു, വർത്താനം പറഞ്ഞ കളവറിനാറുന്നു. അപ്പോൾ പിന്നെ എന്താ ഉണ്ടാവുക? അവൻ വർത്താനം എന്തായിരിക്കും? നേരായിരിക്കും. പിന്നെ കളവ് ലിംഗായിരിക്കും. ഒരു കുളത്തിൽ ആർക്കൂട്ട് അറിയില്ല. 932 എന്ത് സംഭവിച്ചു, 962 എന്ത് സംഭവിച്ചു, അതൊക്കെ സംഭവിച്ചു എന്നുള്ളത് സംഗതി ഉറപ്പാണ്. ഇതിനിടയിൽ മനുഷ്യനെ സെഹറിലാക്കിയിട്ട് ഒരു എവിടെയെങ്കിലും കൂട്ടി കൊടുത്തിട്ടുണ്ടാവും. അതാർക്കും തിരിയില്ല. അതുകൊണ്ടാണ് ഭരണപക്ഷവും പ്രതിപക്ഷവും രണ്ടു കൂട്ടരെ പ്രസംഗവും കേൾക്കുമ്പോൾ നേരാണല്ലോ എന്ന് തോന്നിപ്പോകുന്നത്. അതൊരു സത്യമാണ്. അതിൻ്റെ ഇടയിൽ കള്ളത്തരം കരുത്തിട്ടുണ്ടാവും. ഞാൻ അവരെ പറ്റി പറയല്ല. അതേപോലെ തന്നെ പണ്ഡിതന്മാരും. ഇപ്പൊ പണ്ഡിതന്മാരെ വിഷയം പറയുമ്പോൾ രണ്ട് വിഭാഗങ്ങൾ പറയുമ്പോൾ അനുവാചകനായ സാധാരണക്കാരൻ രണ്ടിലും വച്ചിതനായി പോകും. രണ്ടും നേരാന്ന് തോന്നിപ്പോകും. എന്നാൽ നേരൊന്നേ ഉള്ളതാണ്. പിന്നെ അതെങ്ങനെയാ? അതിൽ കാര്യങ്ങളും ഡേറ്റും ആയത്തൊക്കെ കൃത്യമായിരിക്കും. പക്ഷെ അതിനിടെ ലിങ്ക് കേട്ടിട്ടുണ്ടാവും. അതുകൊണ്ടാണ് എല്ലാ പ്രസംഗങ്ങളും കേൾക്കാൻ പോകരുത്, വിശ്വാസം ഉറപ്പുള്ള ഒരാളുടെ പ്രസംഗമല്ലാതെ കേൾക്കാൻ പോകരുതെന്ന് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു ഈ ഹയയിൽ രേഖപ്പെടുത്തിയത്. അത് നമുക്ക് നഷ്ടപ്പെട്ടത് ഈ അടുത്ത കാലത്താണ്. ഏത് കള്ളന്റെ പ്രസംഗവും നമ്മൾ കേൾക്കാൻ പോയി തുടങ്ങി. അതോടുകൂടെ നമ്മുടെ ഈമാൻ ഈമാന്റെ കാറ്റ് പറന്നുപോയി എന്ന് അല്ലാമ നദ്വി സാഹിബ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. ഈമാന്റെ കാറ്റ് പറന്നുപോയി. അല്ലാഹു കാക്കട്ടെ. അപ്പൊ ഇങ്ങനെ ഒരുപാട് ആളുകൾ വേറെയും ദജ്ജാലുകളുണ്ട്. ദജ്ജാലുകളുടെ കൂട്ടത്തിൽ ഒരാളാണ് ചാൾസ് ഡാർവിൻ, ഒരാളാണ് കാൾ മാക്സ്. ദജ്ജാലാണ് ഏറ്റവും വലിയ കള്ളത്തരം ലോകത്ത് വിതരണം ചെയ്ത ഒരാൾ. ചാൾസ് ഡാർവിൻ കാൾ മാക്സ് തമ്മിൽ വലിയ ബന്ധമാണ്. കാൾ മാക്സിന്റെ മാനിഫെസ്റ്റോ വരുന്നത് 1848 ഒറിജിൻ ഓഫ് സ്പീഷീസ് വരുന്നത് 1857 ഇത് രണ്ടും തമ്മിൽ ഒരു 10 പതിറ്റാണ്ടിന്റെ പോലും വ്യത്യാസമല്ല, 9 കൊല്ലാണ്. അതായത് കമ്മ്യൂണിസം ലോകത്ത് നിലവിൽ വന്നതിന് ശേഷമാണ് 9ാമത്തെ കൊല്ലത്തിൽ ചാൾസ് ഡാർവിന്റെ ഒറിജിൻ ഓഫ് സ്പീഷീസ് അതിന്റെ തറയിൽ വളർന്ന വിത്താണ്. അവരൊക്കെ ദജ്ജാലുകളാണ്. മീർസ ഒരു ദജ്ജാലാണ്. ഇങ്ങനെയൊക്കെ ധാരാളം. മാത്രമല്ല ഇത് ലോകത്തെ വഞ്ചിക്കുന്ന ഒരു കളവാണ്. വലിയ തമാശ എന്താണെന്ന് വെച്ചാൽ ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഏറ്റവും വലിയ ക്രിസ്തീയ അന്തകനായും ക്രിസ്ത്യാനികളുടെ സ്വലീബിനെ കുരിശിനെ തകർത്ത ആളായിട്ടും അവതരിപ്പിക്കപ്പെടുകയാണ്. വാഗ്ദത്ത മസീഹായി അവതരിപ്പിക്കപ്പെടുകയാണ് മീർസയെ. എന്നിട്ട് ആ മീർസക്ക് ആസ്ഥാനം അനുവദിച്ചതോ ക്രിസ്ത്യാനിസത്തിന്റെ ഈറ്റില്യമായ ലണ്ടൻ, ബ്രിട്ടൻ. അതാണ് ഞാൻ പറഞ്ഞത്. ഒറിജിനൽ ദജ്ജാലിനെയും ഒറിജിനൽ മസീഹിനെയും തിരിച്ചറിയാതിരിക്കാനുള്ള ഇവിടെയുള്ള സാമ്രാജ്യ ശക്തികളുടെ കളിയാണ് സത്യത്തിൽ ഖാദിയാനിസം. നമുക്കിടയിൽ വളർന്നു വരുന്ന ഏറ്റവും വലിയ തിന്മയാണ് ഖാദിയാനിസം. ഖാദിയാനിസത്തെ നിസ്സാരമായി കാണരുത്. അത് സാമ്രാജ്യത്വവാദികളുടെ ഏറ്റവും ഗൂഢമായ തന്ത്രമാണ്. ഭയങ്കര ഗൂഢാണ്, വളരെ അമീഖാണ്. അതാണ് നമ്മളെ തമാശ. അതാണ് ചരിത്രം കണ്ട ഏറ്റവും വലിയ തമാശ. ഏറ്റവും വലിയ ക്രൈസ്തവ അന്തകനായും, കാരണം ഒരാള് ഈസയാണ് എന്ന് വാദിച്ചു കഴിഞ്ഞാൽ പിന്നെ അയാൾ കുരിശിനെ തകർക്കുമെന്ന് മുസ്തഫ നബി പറഞ്ഞതാ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ പിന്നെ ഇത് പറഞ്ഞു. ഇത് ക്രിസ്ത്യാനികൾ വാദപ്രവാദത്തിൽ ധാരാളം പരാജയപ്പെടുത്തിയത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. എന്നിട്ട് ഈ പറയപ്പെട്ട വാഗ്ദത്ത മസീഹി എന്ന് പറയപ്പെട്ട മീർസക്ക് ആസ്ഥാനം നൽകിയതാകട്ടെ സത്യത്തിൽ ബ്രിട്ടീഷുകാർ. അവരാകട്ടെ ക്രൈസ്തവതയുടെ ഏറ്റവും വലിയ അടിത്തറ സൂക്ഷിക്കുന്നു എന്ന്, ഇന്നത്തെ അടിത്തറ സൂക്ഷിക്കുന്നു എന്ന് അഭിമാനിക്കുന്നവരുമാണ്. അപ്പൊ ഇതൊക്കെ ലോകത്തിന്റെ ഏറ്റവും വലിയ കളിയാണ്. നമ്മൾ തിരിച്ചറിയണം. ദജ്ജാൽ എന്നത് ഇരുട്ടിന്റെ വക്താവാണ്. തിന്മ ഏറ്റവും കൂടുതൽ നന്മയും തിന്മയും കൂട്ടിക്കൊടിച്ച് ജനങ്ങളെ തിരിച്ചറിയാത്ത വിധത്തിൽ വഞ്ചിക്കുന്ന ആളാണ് ഏറ്റവും വലിയ ദജ്ജാൽ, മസീഹു ദജ്ജാൽ ലഅനത്തുല്ലാഹി അലൈഹി. ഏറ്റവും വലിയ സത്യം അല്ലാഹുവാണ്. ഏറ്റവും വലിയ അസത്യം ഉലൂഹിയത്തിനെ വാദിക്കലാണ്. ഞാനാണ് പടച്ചവൻ എന്ന് പറയലാണ്. അതുകൊണ്ടാണ് ഏറ്റവും വലിയ ദജ്ജാൽ അവനായത്. ശ്രദ്ധിക്കുക. ഏറ്റവും വലിയ സത്യത്തിനെതിരാവും ഏറ്റവും വലിയ കളവ്. ഏറ്റവും വലിയ സത്യം അഫ്ളലു മാ ഖുൽതു അന വന്നബിയ്യൂന മിൻ ഖബ്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ്. മാനവൻ അവന്റെ ചെവി കൊണ്ട് കേട്ടതും വായു കൊണ്ട് പറഞ്ഞതുമായ ഏറ്റവും വലിയ സത്യം ലാ ഇലാഹ ഇല്ലല്ലാഹ്.
ആ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഏറ്റവും വലിയ ശത്രു ഉലൂഹിയത്തിനെ സ്വയം വാദിക്കുന്നവനാണ്. ഞാനാണ് ദൈവം എന്ന് വാദിക്കുന്നവനാണ്. ഞാനാണ് ദൈവം എന്ന് ഞാനാണ് ജീവിപ്പിക്കുന്നവൻ, ഞാനാണ് മരിപ്പിക്കുന്നവൻ എന്ന് വാദിക്കുന്നവനാണ് ആര്? ദജ്ജാൽ. അപ്പോൾ ഹക്കിന്റെ ഏറ്റവും വലിയ വിരുദ്ധത, ഏറ്റവും വലിയ കളവിന്റെ പ്രചാരകൻ, ഉലൂഹിയത്തിനെ സ്വയം വാദിക്കുന്നവൻ. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. അതിനാകട്ടെ അവൻ 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 അതിന് അള്ളാഹു കൊടുത്ത കഴിവുകൾ ഉപയോഗപ്പെടുത്തുകയും ചെയ്യും. കഴിവൊക്കെ അള്ളാഹുവിൻ്റെതാണ്. അള്ളാഹു അല്ലാത്ത ഒരാൾക്ക് ഒരു കഴിവില്ല. വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. അപ്പൊ ഇതിൽ നിന്ന് ഗൗരവമായി ചില ആശയങ്ങളെ നമ്മൾ പഠിക്കണം. അവന്റെ ഷർറ് കൊണ്ട് മാനവ സമൂഹം മുഴുവനും തകർന്നു പോകും. അത്രയും വലിയ കള്ളനാണ് സത്യത്തിൽ ദജ്ജാൽ ലഅനത്തുല്ലാഹി അലൈഹി. ഇനിയും പറയാം, ദജ്ജാൽ പുണ്യ റസൂൽ ദജ്ജാലിനെ പരിചയപ്പെടുത്തിയ സ്വഹീഹുൽ ബുഖാരി 3450 ഹദീസ്, 7130 ഹദീസ്, സ്വഹീഹ് മുസ്ലിം 2934 ഹദീസ്. ഇവിടെ എല്ലാം 34, 35, 36, 37 എല്ലാം ദജ്ജാലിനെ പരിചയപ്പെടുത്തിയ ഹദീസ് സ്വഹീഹുൽ ബുഖാരിയിലും സ്വഹീഹ് മുസ്ലിമിലും കാണാം. പുണ്യ റസൂൽ പഠിപ്പിച്ചു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൻ ഹുദൈഫത ഖാല ഖാല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദജ്ജാലു അഅ്വറുൽ ഐനിൽ യുസ്റാ. അഅ്വറു ഐനിൽ യുസ്റാ, ഇടത്തെ കണ്ണ് അഅ്വറായ ആളാണ്, കോങ്കണ്ണനാണ് ദജ്ജാൽ. വലത്തെ കണ്ണാകട്ടെ കണ്ണില്ലതാണ്. കണ്ണുണ്ട് കണ്ണില്ല, കണ്ണുണ്ട് കണ്ണില്ല എന്നാൽ അവന് വ്യക്തമായി ചില അടയാളങ്ങൾ പുണ്യ റസൂൽ പറഞ്ഞിട്ടുണ്ട്. അതാണ് പറയാൻ പോണത്. വലത്തെ കണ്ണിന്റെ അവിടെ ഒരു തരം ലഫീറത്താണ്, ഒരു തരം ഇറച്ചിയുടെ ഒരു കഷ്ണം ഇങ്ങനെ തുറച്ചു നിൽക്കും. ഇടത്തെ കണ്ണിൽ നിന്നേ കാണുള്ളൂ. കോങ്കണ്ണൻ. അതിന് തന്നെ കുഴപ്പമുണ്ട്. വലത്തെ കണ്ണ് മൂടിയിട്ടുണ്ട്, ഇടത്തെ കണ്ണ് ഇങ്ങനെ തുറന്നിട്ടുണ്ട്. അതാണ് ആ ഇടത്തെ കണ്ണിലൂടെ മാത്രമേ അവൻ കാണുകയുള്ളൂ. അതവന്റെ അടയാളാണ്. പുണ്യ റസൂൽ പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജുഫാലു ശഅരി, നല്ല ചുരുണ്ട മുടിയുള്ള ആളാണ് ദജ്ജാൽ ലഅനത്തുല്ലാഹി അലൈഹി. പുണ്യ റസൂൽ പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ദുർവ്യാഖ്യാനം നടത്തണമെങ്കിൽ ഇതൊക്കെ ദുർവ്യാഖ്യാനം ചെയ്യേണ്ടി വരും. നല്ല ചുരുണ്ട മുടിയുള്ള ആളാണ് പുണ്യ റസൂൽ ദജ്ജാൽ ലഅനത്തുല്ലാഹി അലൈഹി എന്ന് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് സ്വഹീഹുൽ ബുഖാരിയും സ്വഹീഹ് മുസ്ലിമും ഈ ഹദീസ് വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. وأن الدجال ممسوخة العين عليها ظفرة غليظة مكتوب بين عينيه كافر يقرأه كل مسلم كاتب وغير كاتب എന്ന് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വായിക്കാൻ കഴിവുള്ളവനും വായിക്കാൻ കഴിവില്ലാത്തവനും തിരിച്ചറിയാവുന്ന വിധത്തിൽ അവന്റെ രണ്ട് കണ്ണിന്റെ ഇടയിൽ എന്ന് എഴുതി വെച്ചിട്ടുണ്ട് എന്ന് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഹദീസും സ്വഹീഹുൽ ബുഖാരിയും സ്വഹീഹ് മുസ്ലിമും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ശ്രദ്ധിക്കണേ. ഇവിടെ പറഞ്ഞത് മുഅ്മിനായ ആളുകൾക്ക് അത് വായിക്കാൻ കഴിയും. മുഅ്മിനായ അയാൾ എഴുത്തറിയാതിരിക്കട്ടെ. അപ്പൊ തിരിച്ചറിയാനുള്ള ഈ വാക്കിനെ വിശദീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഇമാം നവവി റളിയല്ലാഹു അൻഹു പറയുന്നു വസ്വഹീഹു അല്ലദി അലൈഹിൽ മുഹഖഖൂന അന്ന ഹാദിഹിൽ കിതാബ അലാ ളാഹിരിഹ. ഇതിനെ ഇങ്ങനെ തന്നെയാണ് അർത്ഥം വെക്കേണ്ടത്. അവിടെ എഴുത്തുണ്ട് തന്നെയാണ് അർത്ഥം വെക്കേണ്ടത്. അല്ല ആ എഴുത്തിനെ നിങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വേറെ എന്തോ സൂചന പറഞ്ഞതാകും എന്ന് വിചാരിക്കരുത്. സ്വഹീഹ് മുസ്ലിമിൽ ഈ ഹദീസിന്റെ വ്യാഖ്യാനം വഅന്നഹ കിതാബത്തുൻ ഹഖീഖ ജഅലഹ അല്ലാഹു ആയതൻ വഅലാമത്തൻ മിനൽ അലാമാത്തിൽ ഖാതിഅ ലിൽ മുഅ്മിനീൻ. വിശ്വാസികൾക്ക് തിരിച്ചറിയാം. ശ്രദ്ധിക്കണേ. ഉറങ്ങരുത്. ഇത്രയും വലിയ ഗൗരവമുള്ള വിഷയം പറയാൻ പറഞ്ഞിട്ടൊന്നുമില്ല. ഇനിയാണ് കഥ കിടക്കുന്നത്. അതായത് ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത്, മുഅ്മിനായ മനുഷ്യന് അവനെ വായിക്കാൻ കഴിയുന്നതാണ്. അവ എഴുത്തുണ്ട്, എഴുത്ത് തന്നെ. പക്ഷെ എല്ലാവർക്കും വായിക്കാൻ കഴിയില്ല. മുഅ്മിന് അത് വായിക്കാൻ കഴിയും. മുഅ്മിനിന്റെ കണ്ണൊരു പ്രത്യേക കണ്ണാണ്. ഇന്നലിൽ മുഅ്മിനി അർബഅത അയുനിൻ എന്ന് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉദാഹരണം പറയാം, മുഅ്മിനായ മനുഷ്യന് ചില ആളെ കണ്ടാല് ആ ആളെ തിരിച്ചറിയും. അത് വേണ്ടെന്ന് പറയും. അത് നല്ല ആളാന്ന് പറയും. കണ്ട കാഴ്ച തന്നെ. ചില ആളുകൾ അങ്ങനെ ഒറ്റ കാഴ്ച ഇങ്ങനെ കണ്ടാല്
വല്യാപ്പ അങ്ങനെ മുഖപ്പടിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. രണ്ട് ചെറുപ്പക്കാർ വന്നു. എന്റെ അവിടെ ഒരു മകള് കെട്ടിക്കാണ്ട് പേരക്കുട്ടി എന്ന് പറഞ്ഞു. നിങ്ങളിങ്ങനെ നടത്തുനിന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് വന്നതാണ് എന്ന്. വല്യാപ്പണ്ണ ഇങ്ങനെ നോക്കും. അപ്പൊ പറയും, അത് വിരുന്നു പോയതാണ്, നിങ്ങളിപ്പോ തൽക്കാലം പോയിക്കോളി, പിന്നെ എന്നോളി എന്ന് പറയും. ഇതൊറ്റ നോട്ടാണ്. ആ നോട്ടത്തിൽ തിരിയും ധാരാണ്. നമ്മളെ കുട്ടിയെ കെട്ടിച്ചു കൊടുക്കാൻ പറ്റിയതാണോ അല്ലേ? ഇത്തഖു ഫിറാസത്തൽ മുഅ്മിനി ഫഇന്നഹു യൻദുറു മിൻ നൂരില്ലാഹി അസ്സ വജല്ല എന്ന് പുണ്യ റസൂൽ. മുഅ്മിനിന്റെ മുഖകാന്തിയെ പേടിക്കുവിൻ, അവന്റെ കണ്ണിലൂടെ വരുന്നത് അള്ളാഹുവിന്റെ പ്രകാശമാണ് എന്ന് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒറ്റ നോട്ടം ഇങ്ങനെ നോക്കിയാലറിയാം. ഒറ്റ നോട്ടം. കണ്യത്തിന്റെ അടുത്ത് പഠിക്കാൻ വന്നു ചേകനൂർ. അപ്പോൾ ദർസൊക്കെ ചൊല്ലിക്കൊടുത്തു. പക്ഷെ കൂടെയുള്ള കുഞ്ഞബ്ദുള്ള എന്ന തന്റെ വിദ്യാർത്ഥിയോട് പറഞ്ഞു, ശ്രദ്ധിക്കണേ, അത് ശരിയായ കുട്ടിയല്ല, അവന്റെ കൂടെ കൂട്ടരുത് എന്ന് പറഞ്ഞു. കണ്യത്ത് പറഞ്ഞു. ഇത് തന്നെ പിന്നെ ശൈഖാദം പറഞ്ഞു. ഇത് തന്നെ ശൈഖാദം ഹസ്രത്ത് പറഞ്ഞു. ഈ രണ്ട് വിരുത്തക്കെടും അവനുണ്ടാവുകയും ചെയ്തു. ഈ ചേകനൂർ വാദിച്ചില്ല. മറ്റൊരു ദജ്ജാലിയെ തന്നെയാണ്. കാരണം ലോകത്ത് ബില്ലറൂറ അറിയപ്പെട്ട, ആർക്കാണ് അറിയാത്തത്? മുഅ്മിനീങ്ങൾക്ക് അഞ്ചോ നിസ്കാരം ഉണ്ടെന്ന് അറിയാത്തൊരു നിരീശ്വരവാദിയുണ്ട് ലോകത്ത്. അതുപോലെ ഒരു പ്രപഞ്ചം പരക്കെ അംഗീകരിക്കുന്നത് സത്യമുണ്ടോ? ആ സത്യത്തിൽ ചേകനൂർ നിഷേധിച്ചത്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. അതിന്റെ ആളുകൾ ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നു നാട്ടിൽ. ഇന്നും അവർ നിസ്കാരം വേറെയാണ്. അവര് നിസ്കാരം സാധാരണ നിസ്കാരമല്ല, അവർക്ക് ഒരു റുക്കോയും ഒരു സുജൂദുമാണ്. കള്ളുഷാപ്പിലും വ്യഭിചാരശാലയിലും ജോലി ചെയ്യുന്നതിനേക്കാൾ അശദ്ധാണ് ചേകനൂരിനും എന്റെ പാർട്ടിക്കും ഖാദിയാനികൾക്കും വേണ്ടി ജോലി ചെയ്ത് കൊടുക്കൽ. അത് അത്രയും നിഷിദ്ധമാണ്. കാരണം അവർ ദീനിനെ നശിപ്പിക്കുന്ന ആധുനികതയുടെ കള്ളന്മാരാണ്. അവരെക്കാൾ വലിയ കള്ളന്മാർ ചരിത്രത്തിൽ ഉണ്ടാവില്ല. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അവർ ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പൊ ഇവിടെ പറഞ്ഞുകൊണ്ടുവരുന്നത്, മുഅ്മിനായ മനുഷ്യന് ആ കൃത്യമായ എഴുത്തു വായിക്കാൻ കഴിയും. മുഅ്മിനായ മനുഷ്യൻ ഇന്നലിൽ മുഅ്മിനി അർബഅത അയ്യുൻ, ഒറ്റ നോട്ടങ്ങൾ നോക്കിയാൽ മതി. നോക്കിയാൽ തിരിയും. ആള് ശരിയല്ല, വേഗം തിരിയും. ആൾക്ക് തിരിയും. പഴയ കാലത്തെ എമ്പാടും അങ്ങനെയുള്ള ആളുകൾ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. നോട്ടം കൊണ്ട് തന്നെ ആളുകളെ മനസ്സിലാക്കുന്ന ആളുകൾ ഉണ്ടായിരുന്നു. അത് മുഅ്മിനിന്റെ കണ്ണാണ്, വല്ലാത്ത കണ്ണാണ്. ഹബീബ് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്, ഇന്നലിൽ മുഅ്മിനി അർബഅത അയ്യുനിൻ ഐനാനി ഫീ വജ്ഹിഹി വഐനാനി ഫീ ഖൽബിഹി. മുഅ്മിനായ മനുഷ്യന് 4 കണ്ണുണ്ടായിരിക്കും. ബഹുമാനപ്പെട്ട അബൂ ത്വാലിബിൽ മക്കി തങ്ങൾ തന്റെ ഖൂത്തുൽ ഖുലൂബിൽ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ധാരാളം അങ്ങനത്തെ കണ്ണുള്ള ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. ഒരുപാട്. അതിൽപ്പെട്ട മഹാനായ ശംസുൽ ഉലമ റഹ്മഹുല്ലാഹ്, ബഹുമാനപ്പെട്ട ഈ ഹസൻ മുസ്ലിയാരൊക്കെ കണ്ണുകൊണ്ട് നോക്കിയിട്ട് ഒരാളെ കുറിച്ച് പറഞ്ഞ അഭിപ്രായം എനിക്കറിയാം. അങ്ങനെ തന്നെ പുലർന്നിട്ടുണ്ട്. ഹസൻ മുസ്ലിയാരെ കാണാൻ വേണ്ടി ഒരാൾ പോയി. കൂടെ ഒരാളെയും കൊണ്ടുപോയി ഹസൻ മുസ്ലിയാരുടെ പരിചയമുള്ള ഒരാൾ, ഈ ഹസൻ മുസ്ലിയാരുമായി പരിചയമുള്ള ഒരാൾ, പാലക്കാട് ജോലി ചെയ്യുന്ന കാലത്ത്. അപ്പൊ ഹസൻ മുസ്ലിയാര് പരിചയമുള്ള ഒരു ഉസ്താദ്, ഒരു മുസ്ലിയാര് ഇങ്ങനെ വേറൊരാളെയും കൊണ്ട് പോയി. അങ്ങനെ പാലക്കാട് ചെന്ന് ഇയാള് കൂടെ പോയി കണ്ടു. അസ്സലാമു അലൈക്കും എന്ന് സലാം പറഞ്ഞു. ആദ്യം അയാളാ സലാം പറഞ്ഞത്. മടക്കിയില്ല. പിന്നെ മാറി ഒരു ഒഴിവ് കിട്ടിയപ്പോ ഇയാൾ ഒറ്റക്ക് വിളിച്ചു പറഞ്ഞു, നിങ്ങൾ ഈ വേണ്ടാത്ത ജനങ്ങളെയൊക്കെ പിന്നാലെ നടക്കേണ്ട ആവശ്യമൊക്കെ എന്താ? ഇത്തരം ആളുകളെ പിന്നാലെ നടക്കാൻ പാടുണ്ടോ എന്ന് ഈ മുസ്ലിയാരോട് അസമ്മതിയാർ ചോദിച്ചു. അപ്പോൾ അസം മുസ്ലിയാരോട് ഈ ആൾ തിരിച്ചു പറഞ്ഞു, നമ്മുടെ നാട്ടിലെ ഉമറാക്കളെ കൂട്ടത്തിൽ ഒരാളല്ലേ, നല്ല മനുഷ്യനല്ലേ, അത് ഞങ്ങൾക്ക് പിന്നെ തിരിഞ്ഞോളും എന്ന് പറഞ്ഞു. ഈ ആൾ മോശപ്പെട്ട പാർട്ടിയിൽ ചേർന്ന് പിന്നെ മരിച്ചു. ഇത് സംഭവം നടക്കുന്നതിന്റെ 20 കൊല്ലം മുമ്പാണ് അസം മുസ്ലിം. ഈ പറഞ്ഞ അസം മുസ്ലിം മരിച്ചു, ആ പറയപ്പെട്ട വ്യക്തി മരിച്ചു. ഈ കൊണ്ടുപോയ ആൾ ഇപ്പോഴും മരിച്ചിട്ടില്ല, എനിക്കറിയാവുന്ന ആളാണ്. അപ്പൊ അതാണ് ഇത്തഖു ഫിറാസത്തൽ മുഅ്മിനി. മുഅ്മിനായ മനുഷ്യനെ മുഖത്തോക്കിയിട്ട് പറയും. ബഹുമാനപ്പെട്ട ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ഒരു സംഭവം പറയുന്നുണ്ട്. ഒരാള് അങ്ങാടിയിൽ ഇങ്ങോട്ട് നടന്നപ്പോ ഒരു പെണ്ണിനെ കണ്ടു. ആ പെണ്ണിനെ അങ്ങനെ നോക്കിപ്പോയി. പിന്നെ പള്ളിക്ക് കയറി ചെന്ന് സലാം പറഞ്ഞപ്പോ ഉസ്മാൻ ബിൻ അഫ്ഫാൻ സലാം മടക്കിയില്ല. സലാം പിന്നെയും പറഞ്ഞു, സലാം മടക്കിയില്ല. അപ്പോൾ ബേജാറായി. അപ്പോൾ ചോദിച്ചു, തഖൂലൂന അഹ്ലുൽ ഖുർആനി വസ്സുന്ന, ഖുർആന്റെയും ഹദീസിന്റെ ആളുകളാന്ന് പറഞ്ഞ് ഇങ്ങനെ നടക്കുക. അലാമത്തു സിന ളാഹിറത്തും അലൈക്കും, നിങ്ങളെ മുഖത്താകട്ടെ സിനാന്റെ അടയാളവും. ഇതും കൂടെ നടക്കാണോ എന്ന് ചോദിച്ചു.
അപ്പോൾ ഉസ്മാൻ ബിൻ അഫ്ഫാന്റെ ഭരണകാല. അപ്പൊ ഇയാൾക്ക് ബേജാറായി. യാ അമീറൽ മുഅ്മിനീൻ ഖദ് ഉൻസിലൽ വഹ്യു ബഅദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു റസൂൽ വഫാത്തായിട്ടും ഇവിടെ വഹ്യ് ഇറങ്ങുന്നുണ്ട് എന്ന് ഇയാൾക്ക് ഞാൻ ആ പെണ്ണിനെ നോക്കിയാണ് ഈ പറയുന്നത്. എവിടുന്നോ യാത്രക്കിടയിൽ ഒരു പെണ്ണിനെ നോക്കിയിട്ട് നേരെ പള്ളി കയറി ചെന്നതാണ്. ഇന്നാണെങ്കിൽ പറയാ ഇത് മൊബൈൽ മെസ്സേജ് കൊടുത്തിട്ടുണ്ട്. ഇന്ന് ഒരു കറാമത്തും കാണിക്കാൻ പറ്റില്ല. അല്ല, കറാമത്ത് കാണിക്കുന്നവരൊക്കെ പോവുകയും ചെയ്തല്ലോ മൊബൈലൊക്കെ വന്നപ്പോ. അപ്പൊ ഇതൊന്നല്ലല്ലോ. നേരെ പള്ളി കയറി ചെന്നപ്പോൾ സലാം അടക്കിയില്ല സയ്യിദുനാ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. അപ്പോൾ പറഞ്ഞു തഖൂലുന അഹ്ലുൽ ഖുർആനി വസ്സുന്ന വഅലാമത്തു സിനാ ളാഹിറത്തുൻ അലൈക്കും. പറഞ്ഞാല് ഖുർആൻ ഹദീസിന്റെ ആളാന്ന് ഇങ്ങനെ പറഞ്ഞു നടക്കുക. സിനാന്റെ അടയാളം മുഖത്ത് വെച്ച് നടക്കാണോ എന്ന് ചോദിച്ചു. അപ്പൊ അയാൾ ചോദിച്ചു വഖദ് ഉൻസിലൽ വഹ്യു ബഅദ റസൂലില്ലാഹി യാ അമീറൽ മുഅ്മിനീൻ. അമീറുൽ മുഅ്മിനീനെ അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായിട്ട് ഇവിടെ വഹ്യ് ഇറങ്ങിയിട്ടുണ്ടോ? ഇല്ല. വലാകിൻ ഫിറാസത്തുൻ സദിഖ. നിന്റെ കണ്ണും കൊണ്ട് നിന്റെ മുഖത്ത് നോക്കിയാൽ അത് മനസ്സിലാവും എന്ന് സയ്യിദുനാ ഉസ്മാൻ റളിയല്ലാഹു അൻഹു. അപ്പൊ ഇവിടുന്ന് ഒരു കാര്യം മനസ്സിലായി. അത്രയൊന്നും തിരിയൂലെങ്കിലും മുഅ്മിനീങ്ങളായ ആളുകൾക്ക് വ്യക്തമായ ഈ രേഖ വായിച്ചെടുക്കാൻ കഴിയും. ദജ്ജാലിൽ നിന്ന് എല്ലാവർക്കും തിരിയുന്നല്ല, മുഅ്മിന് തിരിയും. അല്ലാഹു തആല അത്തരം പിന്തലമുറക്കാരെ നമുക്ക് നൽകട്ടെ. നമ്മുടെ മക്കളുടെ കാലത്തൊക്കെ അങ്ങനെ വരുമ്പോ അല്ലാഹു തആല അങ്ങനത്തെ ഒരു പിന്തുലമുറയെ അല്ലാഹു സുബ്ഹാനഹു വ തആല തിരിച്ചറിഞ്ഞ് അവനിൽ നിന്ന് രക്ഷപ്പെടുന്ന ഒരു പിന്തുലമുറയെയും നേതാവായ ഇമാം മഹ്ദിയിലേക്ക് ചേരുന്നവരെയും അല്ലാഹു നമുക്കൊക്കെ നൽകട്ടെ. ആമീൻ ബിറഹ്മതിക യാ റഹ്മാൻ. ചുരുക്കത്തിൽ ഇതെല്ലാം ഹബീബായ റസൂലുള്ളാഹി പറഞ്ഞു, ഹബീബായ നബി പറഞ്ഞു. വേറെയും ഒരു തെളിവ് ഞാൻ പറയാം. ഇമാം തബറാനിയും ഇബ്നു അബീ ശൈബ തന്റെ മുസന്നഫിലും രേഖപ്പെടുത്തിയ വേറൊരു ഹദീസ് കാണാം. ഹദീസ് സ്വഹീഹ് മുസ്ലിമിലും കാണാം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അരീലുൽ മുൻഖരി. മൂക്കിന്റെ ഓട്ടയും മൂക്കിന്റെ തട്ടയൊക്കെ കുറച്ച് വലിയ ആളാണ് ദജ്ജാൽ ലഅനത്തുല്ലാഹി അലൈഹി. അഅ്വറുൽ ഐനി, കോങ്കണ്ണനാണ്. ഒറ്റക്കണ്ണൻ, ഒരു കണ്ണുകൊണ്ട് മാത്രമേ കാണുകയുള്ളൂ. അരീലുൽ മുൻഖറാണ്. മൂക്കിന്റെ ഓട്ടയെ കുറിച്ച് മൂക്കിന്റെ ഈ തട്ടയൊക്കെ കുറച്ച് വലിയ ആളാണ്. ഈ ഇബ്നു ഖത്തനെ പോലെയുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ അയാൾക്ക് ബേജാറായി. ഹബീബായ റസൂലുള്ളാഹി സദസ്സിലിരിക്കുന്ന ആളെ നിങ്ങൾ നോക്കൂ. അപ്പൊ വ്യക്തി തന്നെയാ, ഒരിക്കലും ഒരു വർഗ്ഗമല്ല. ഹബീബായ റസൂലുള്ളാഹി അങ്ങനെ പരിചയപ്പെടുത്തി ഇങ്ങനെ സദസ്സിലേക്ക് ഒന്ന് നോക്കി എന്ന് ഈ അബ്ദുൽ ഉസ്സ ബിൻ ഖത്തനെ പോലെയുണ്ട് എന്ന് ഹബീബ നബി പറഞ്ഞു. അപ്പോൾ അയാൾക്ക് ബേജാറായി. അയാൾ കരയാൻ തുടങ്ങി. ഞാൻ അവനോട് സദൃശ്യമായത് എനിക്ക് വലിയ പ്രയാസം ഉണ്ടാവുമോ നബി എന്ന് ചോദിച്ചു. ഫഖാലല്ല. മനുഷ്യന്മാരൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സാദൃശ്യമാവുമല്ലോ, നീ ബേജാറാണ്ട. അന്ത മുസ്ലിമൻ ഓ കാഫിറുൻ. നീ മുസ്ലിമാണ്, അവൻ കാഫിറ, പേടിക്കണ്ട എന്ന് ഹബീബ നബി പറഞ്ഞു. ഉറക്കെ പറ ഹബീബ റസൂലുള്ളാഹി. അപ്പൊ വ്യക്തമാണ് കാര്യം, ആള് വ്യക്തിയാണ്. ഒരിക്കലും വർഗ്ഗല്ല, ആള് വ്യക്തിയാണ്. ഒരൊറ്റ വ്യക്തിയാണ് ദജ്ജാൽ ലഅനത്തുല്ലാഹി അലൈഹി. യാതൊരു സംശയം വേണ്ട. ഇത് മുസ്തഫ നബി പറഞ്ഞിട്ടുണ്ട്. ഇമാം മുസ്ലിം തന്റെ സ്വഹീഹിൽ ഈ ഹദീസ് യാ റസൂലല്ലാഹ്, ഞാൻ ഇയാളെ പോലെയായത് എനിക്ക് വല്ല വിഷമവും ഉണ്ടാക്കുമോ എന്ന് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാലല്ല അൻത മുസ്ലിമുൻ വഹുവ കാഫിറുൻ. സ്വഹീഹ് മുസ്ലിം ഈ ഹദീസ് രേഖപ്പെടുത്തിയിരിക്കുന്നു. ശ്രദ്ധിക്കുക. ചുരുക്കത്തിൽ ഇത് നമുക്ക് ആളെ പരിചയപ്പെടാൻ വേണ്ടിയിട്ട് ഞാനത് ഒറ്റക്കണ്ണൻ ഇങ്ങനെയൊക്കെ എന്ന് വേറൊരു ഹദീസ് കാണാം. സ്വഹീഹ് മുസ്ലിം അടക്കം രേഖം. അറാനിയ ലൈല ഫിൽ മനാമി അൻദൽ കഅബ ഫൈദാ റജുലുൻ ആദമു കഅസ്നി മാ തുറാ മിൻ ആദമി ദിജാലി തുദ്രിബു ലമ്മത്തുഹു ബൈന മൻകിബൈഹി മജ്രി ശാരി തഖദ്ദറ റഅസുഹുമാ അൻ വാളിഅ യദഹു അലാ മൻകിബൈ റജുലൈനി വഹുവ യതൂഫു ബിൽ ബൈത്തി. ഞാൻ ഇന്നലെ രാത്രി സ്വപ്നം കണ്ടു. നല്ല മുടി, ഇങ്ങനെ വാർന്ന മുടിയുള്ള ഒരാളിങ്ങനെ കഅബാലയം തവാഫ് ചെയ്യുന്നത് ഞാൻ കണ്ടു. നല്ല അതല്ല കേട്ടോ ദജ്ജാൽ മുടി ഇങ്ങനെ തൂങ്ങിയിറങ്ങിയ ആളല്ല. ദജ്ജാൽ ചുരുണ്ട മുടിക്കാരനാണ് ലഅനത്തുല്ലാഹി അലൈഹി. ഞാനിങ്ങനെ ഇങ്ങനെ ഉറ്റി വീഴുന്നുണ്ട്, തുള്ളി ഇങ്ങനെ ഉറ്റി വീഴുന്നുണ്ട്. അങ്ങനത്തെ ഒരാള്, നല്ല വെള്ളം ഇങ്ങനെ ഉറ്റി വീഴുന്ന, നല്ല വിയർപ്പ് ഇങ്ങനെ ഒലിച്ചിറങ്ങുന്നു. വാളിഅൻ യദഹു അലാ മൻകിബൈ റജുലൈനി. രണ്ടാളുടെ തന്റെ കയ്യെ രണ്ടാളുടെ ചുമലിൽ ഇങ്ങനെ വെച്ചിട്ട് ഒരാൾ യാത്ര തവാഫ്